ഹലോ എവരിവൺ, നമ്മൾ ഇന്ന് കൺസ്ട്രക്ഷൻ മെറ്റീരിയലിന്റെ പുതിയൊരു ചാപ്റ്ററാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫ്ലോറിങ്ങിനെ കുറിച്ചാണ്. അപ്പം എന്താണ് ഫ്ലോറിങ്? നമ്മളിപ്പോൾ ഒരു റൂമിന്റെയോ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിന്റെ ഒക്കെ ഒരു പ്ലാറ്റ്ഫോം നമ്മൾ മൂവ്മെന്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് സ്റ്റേ ചെയ്യാനോ സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കാനൊക്കെ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഫേം പ്ലാറ്റ്ഫോം അതിനാണ് നമ്മൾ ഫ്ലോറിങ് എന്ന് പറയുന്നത് അല്ലേ. അപ്പം ആ ഒരു തറ അതിന്റെ മേലെ എന്താണ് ഒരു കവറിങ് ഉണ്ട്. അപ്പം ആ ഒരു മെമ്പർ അതിനെയാണ് നമ്മൾ ഒരു ബിൽഡിങ്ങിന്റെ നമ്മൾ സ്റ്റാൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ മൂവ്മെന്റിനൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു പ്ലേസിനാണ് നമ്മൾ ഫ്ലോർ എന്ന് പറയുന്നത്. അപ്പം ബേസിക് ആയിട്ട് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഏറ്റവും തന്നെ ജസ്റ്റ് അതിന്റെ ഫ്ലോറിംഗ് എന്താണെന്ന് പറയാം, അല്ലെങ്കിൽ ആ ഒരു ഫ്ലോറിന്റെ പർപ്പസ് എന്താണ്. ജസ്റ്റ് പ്രൊവൈഡ് എ ലെവൽ സർഫേസ് കേപ്പബിൾ ഓഫ് സപ്പോർട്ടിംഗ് ദി ഓക്യുപ്പൻസ് ഓഫ് എ ബിൽഡിംഗ്, ഫർണിച്ചർ, എക്യുപ്മെന്റ് ആൻഡ് സംടൈംസ് ഇന്റേണൽ പാർട്ടീഷൻ. ഇതൊക്കെ റെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിനെയൊക്കെ സ്റ്റേബിൾ ആയിട്ട് നിർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു പ്ലാറ്റ്ഫോം അതിനാണ് നമ്മൾ ഫ്ലോർ എന്ന് പറയുന്നത്. To perform this function, and in addition others which may vary according to the situation of the floor in building and the nature of building itself, the floor must satisfy the following requirements. അതായത് ഒരു ബിൽഡിങ്ങിന്റെ അല്ലെങ്കിൽ ഒരു റൂമിന്റെ ഒക്കെ പർപ്പസ് അനുസരിച്ച് പലതരത്തിലുള്ള ഫ്ലോർ ആയിരിക്കും നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. അപ്പം ആ ഒരു ഫ്ലോറിങ്ങിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിനെ കുറച്ച് റിക്വയർമെന്റ്സ് ഞാനിവിടെ പറയുന്നുണ്ട്. ഏറ്റവും ആദ്യം തന്നെ അപ്പിയറൻസ്. അപ്പിയറൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? അത് കാഴ്ച, അതായത് നമ്മൾ നോക്കുമ്പോൾ അത് നല്ല വൃത്തിയായിട്ട് അല്ലെങ്കിൽ ഒരു ഷൈനി ആയിട്ടൊക്കെ തന്നെ നിൽക്കാൻ പറ്റണം, ഒരു പ്ലീസിംഗ് ആയിട്ട് ഒരു അപ്പിയറൻസ് കിട്ടണം. അതിന്റെ കോസ്റ്റ്, രണ്ടാമതായിട്ട് കോസ്റ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം? നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള, ഒരുപാട് എക്സ്പെൻസീവ് ആവാണ്ട് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കോസ്റ്റ്. ഡ്യൂറബിലിറ്റി, ഒരുപാട് കാലം നിലനിൽക്കണം. ഇനി ചില കേസുകളിൽ അതിന് നോയിസ് പ്രൊഡ്യൂസ് ചെയ്യാണ്ട് ഇരിക്കണം അല്ലെ. നമ്മൾ നടക്കാൻ നേരത്ത് ഫ്ലോറിൽ നിന്ന് അങ്ങനെ ഒച്ച വരുന്ന കേസൊക്കെ നമ്മൾ പരമാവധി ഒഴിവാക്കണ്ട. അപ്പൊ അതാണ് അടുത്ത നോയിസ്ലെസ്നെസ്. പിന്നെയോ അഡിക്വേറ്റ് സ്ട്രെങ്ത് ആൻഡ് സ്റ്റെബിലിറ്റി. നമ്മൾ പറഞ്ഞായിരുന്നു ഒരു ലോഡ് കാര്യങ്ങളൊക്കെ ഇതിന്റെ മേലെ വരുന്നില്ല, അപ്പം അതിനാവശ്യത്തിനുള്ള സ്ട്രെങ്തും സ്റ്റെബിലിറ്റി ഒക്കെ ഉണ്ടാവണം. പിന്നെ ഫയർ റെസിസ്റ്റൻസ്, പെട്ടെന്ന് ഹീറ്റ് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫയറിന്റെ അറ്റാക്ക് ഒക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും പെട്ടെന്ന് കത്തുന്ന തരത്തിലുള്ള മെറ്റീരിയൽസ് നമ്മൾ പരമാവധി ഒഴിവാക്കണ്ടേ. അത് അടുത്തത് നമ്മൾ നോയിസ്ലെസ്നെസ് പറഞ്ഞ പോലെ തന്നെയാണ് സൗണ്ട് ഇൻസുലേഷൻ. സൗണ്ട് കടത്തി വിടാണ്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു പെർമിയബിലിറ്റി കുറയ്ക്കുക എന്നുള്ളതാണ് അടുത്ത് ഉദ്ദേശിക്കുന്നത്. ഡാം റെസിസ്റ്റൻസ്. ഡാം റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താ? വെള്ളം അല്ലെങ്കിൽ ആ ഒരു നനവ് തടയാനുള്ള ആ ഒരു കേപ്പബിലിറ്റി. പിന്നെ തെർമൽ ഇൻസുലേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഹീറ്റ്, അതിന്റെ ഒരു ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടി, ഒരുപാട് ചൂട് കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യാണ്ട് അല്ലെങ്കിൽ കടത്തി വിടാണ്ടൊക്കെ നിൽക്കുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം മെറ്റീരിയൽസിന്റെ റിക്വയർമെന്റ് കേസിൽ. ജസ്റ്റ് നമ്മൾ ഈ ഫ്ലോറിന്റെ കമ്പോണൻസിനെ കുറിച്ച് നോക്കാം. ആദ്യത്തത് ഈ ഫ്ലോർ കവറിങ്. ഫ്ലോർ കവറിങ് എന്ന് പറയുമ്പോൾ നമ്മൾ മേലെയൊക്കെ ചെയ്യുന്ന ടൈലില്ലേ, അത് പതിപ്പിക്കുന്ന ആ ഒരു പോർഷൻ അല്ലെങ്കിൽ ആ ഒരു പ്ലാറ്റ്ഫോം ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു സ്ട്രെങ്ത് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു കമ്പോണന്റ് ആണ് സബ് ഫ്ലോർ അല്ലെങ്കിൽ ബേസ് കോഴ്സ് അല്ലെങ്കിൽ ഫ്ലോർ ബേസ്. The floor base is a structural component which support the floor covering. For the ground floors, the object of floor base is to give proper support to the covering so as it does not settle and provide a dam resistant thermal insulation. അതായത് നമ്മളിപ്പം ഗ്രൗണ്ട് ഫ്ലോറിന്റെ ഒക്കെ ഫ്ലോറിംഗ് ആ ചെയ്യുന്നതെങ്കിൽ അതിന് പല പർപ്പസ് ഉണ്ട്. ആ ഒരു മെമ്പേഴ്സിന് കുറച്ചും കൂടെ സ്റ്റെബിലിറ്റി കൊടുക്കുക, അത് പെട്ടെന്ന് താന്നു പോകാണ്ട് അല്ലെങ്കിൽ അത് സ്റ്റേബിൾ ആയിട്ടൊക്കെ നിലനിൽക്കുകയും വേണം. അതിന്റെ കൂടെ തന്നെ ഡാം റെസിസ്റ്റൻസ്, അതായത് താഴെ നിന്നൊക്കെ വെള്ളം പനച്ചേറി വരുന്നത് ഒഴിവാക്കണ്ടേ. അതും പിന്നെന്താണ്? തെർമൽ ഇൻസുലേഷൻ. ഒരു കോൾഡ് ആയിട്ടോ അല്ലെങ്കിൽ ആ ഒരു മോഡറേറ്റ് ടെമ്പറേച്ചർ ആയിട്ട് തന്നെ നിലനിൽക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സെപ്പറേറ്റിംഗ് മെമ്പർ ആയിട്ടായിരിക്കും ഈ ഒരു ഫ്ലോർ ബേസ് അല്ലെങ്കിൽ സബ് ഫ്ലോർ അല്ലെങ്കിൽ ബേസ് കോഴ്സ് നിൽക്കുക. ഗ്രൗണ്ട് ഫ്ലോറിന്റെ കേസിൽ നമുക്ക് ആ ഒരു 3 ഫംഗ്ഷൻ കൂടെ ഉള്ള, അതും കൂടെ ഒന്ന് ഓർക്കണം കേട്ടോ. അടുത്തത് ഫ്ലോർ കവറിംഗ് ഓർ സിംപ്ലി ഫ്ലോറിംഗ്. എന്താണ്? നമ്മൾ ഈ ഒരു തറയുടെ മേലെ ചെയ്യുന്ന ആ ഒരു കവറിംഗ്, ഇപ്പൊ ടൈലിംഗ് ആയിക്കോട്ടെ, കോൺക്രീറ്റിംഗ് ആയിക്കോട്ടെ, ചാന്ത് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ എന്താണ് മാർബിളേറ്റ്, മാർബിള്, ഇതൊക്കെ എന്താണ്? ഫിനിഷിംഗ് വർക്കുകളാണ്. അതായത് ഈ ഫ്ലോറിന്റെ മേലെ ആ ഒരു ഷൈനി അല്ലെങ്കിൽ ആ ഒരു ഫിനിഷ്ഡ് സർഫസ് കുറച്ചും കൂടെ പ്ലീസിംഗ് ആയിട്ടുള്ള അപ്പിയറൻസ് ഉണ്ടായിട്ട് ചെയ്യുന്ന ആ ഒരു കവറിംഗ്, അതിനാണ് ഫ്ലോർ കവറിംഗ് എന്ന് പറയുന്നത്. അപ്പം ബേസ്ഡ് ഓൺ ദി മെറ്റീരിയൽ യൂസ്ഡ് നമുക്ക് പലതരത്തിലുള്ള ഫ്ലോറിംഗ് പറയാറുണ്ട്. സിമെന്റ് കോൺക്രീറ്റ് ഉണ്ട്, ലൈം കോൺക്രീറ്റ് ഉണ്ട്, സ്റ്റോൺസ്, ബ്രിക്സ്, വുഡൻ ബ്ലോക്സ്. ഇത് ആ ഒരു ഫ്ലോർ ഉണ്ടാക്കാൻ ഉപയോഗിച്ച മെറ്റീരിയൽ അനുസരിച്ചാണ്. അതുപോലെ തന്നെ നമുക്ക് കവറിംഗ് മെറ്റീരിയൽ അനുസരിച്ച് നമുക്ക് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. നിങ്ങൾക്ക് അറിയായിരിക്കും. നമുക്കത് ഓരോന്നായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കി പോകാട്ടോ. അടുത്തത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ കുറച്ച് റിക്വയർമെന്റ്സ്, സെലക്ഷൻസ് ഫോർ ഫ്ലോറിംഗ് മെറ്റീരിയൽ, അതിന്റെ റിക്വയർമെന്റ്സ് ആണ് ഈ പറയുന്നത്. ഇനീഷ്യൽ കോസ്റ്റ്, അതായത് ഇതിന്റെ കോസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എക്കണോമിക്കലായിരിക്കണം. അതിന്റെ ഫംഗ്ഷനും റിക്വയർമെന്റ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യണം, എന്നാൽ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കോസ്റ്റ് ആയിരിക്കണം. അപ്പിയറൻസ് നേരത്തെ പറഞ്ഞു. ക്ലെൻലിനെസ് എന്ന് പറയുമ്പോൾ ഒരു വൃത്തിയായിട്ടൊക്കെ അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു സർഫേസ് ആയിരിക്കണം വേണ്ടത്. ഡ്യൂറബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ഒരുപാട് കാലം ഈട് നിൽക്കണം അല്ലെ. ഒരുപാട് ഈ വെതറിങ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ വേരിയേഷൻ ഒക്കെ വന്നാലും അതിന് ആ ഒരു വിത്ത്സ്റ്റാൻഡിങ് പ്രോപ്പർട്ടി ഉണ്ടാവണം.
അടുത്തത് സെലക്ഷൻ ഓഫ് ഫ്ലോറിംഗ് മെറ്റീരിയൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഡാം റെസിസ്റ്റൻസ് ആണ് വെള്ളം കടത്തിവിടാൻ അല്ലെങ്കിൽ ആ ഒരു വെള്ളം പനിച്ചു കയറി വരുന്ന ആ ഒരു ഡിഫക്റ്റ് നമുക്ക് ഒഴിവാക്കാൻ പറ്റണം. സൗണ്ട് ഇൻസുലേഷൻ പറഞ്ഞായിരുന്നു, തെർമൽ ഇൻസുലേഷൻ, അതുപോലെ തന്നെ സ്മൂത്ത്നെസ് എന്ന് പറയുമ്പോൾ ഷുഡ് ബി സ്മൂത്ത് ആൻഡ് ഷുഡ് ഹാവ് ആൻ ഈവൻ സർഫസ്. ഒരുപാട് ലെവൽ ആയിട്ടുള്ള സർഫസോ അല്ലെങ്കിൽ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു സർഫസ് ആയിരിക്കും കുറച്ചും കൂടെ പ്ലീസിങ്. പിന്നെ ഫയർ റെസിസ്റ്റൻസ്. ഹാർഡ്നെസ് എന്ന് പറയുമ്പോൾ എന്താണ് പറയാൻ പെട്ടെന്ന് ഒരു മാർക്കിങ്ങോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും സാധനം വീണാൽ പെട്ടെന്ന് ഒരു മാർക്കിംഗ് ഒന്നും വരാണ്ട് അത് ആ രീതിയിൽ തന്നെ ഹാർഡായിട്ട് തന്നെ നിൽക്കട്ടെ. പിന്നെ മെയിൻ്റെനൻസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഈ ഒരു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റേണ്ട അല്ലെങ്കിൽ റീപ്ലേസ്മെന്റ് ഇല്ലാത്ത തരത്തിലുള്ള കുറെ കാലം ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചാൽ മതി. അപ്പം ഇന്ന് പരമാവധി പോയിന്റ്സ് ഒക്കെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനിഷ്യൽ കോസ്റ്റ്, അപ്പിയറൻസ്, ക്ലെൻലിനെസ്, ഡ്യൂറബിലിറ്റി, ഡാംപ് റെസിസ്റ്റൻസ്, സൗണ്ട് ഇൻസുലേഷൻ, തെർമൽ ഇൻസുലേഷൻ, സ്മൂത്ത്നെസ്, ഫയർ റെസിസ്റ്റൻസ്, ഹാർഡ്നെസ് ആൻഡ് മെയിൻ്റെനൻസ്. അപ്പൊ ഇത്രയും പോയിന്റുകളൊന്നും ഓർത്തിരിക്കുക പരമാവധി, എന്നിട്ട് അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ മനസ്സിലോർത്താൽ നമുക്കത് വേഗം പറയാൻ പറ്റും. ഇനി നാം ഓരോ ടൈപ്സ് ആണ് അതിനകത്ത് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ അനുസരിച്ച് കുറച്ച് ടൈപ്സിലേക്കാണ് പറയുന്നത്. ഏറ്റവും ആദ്യത്തത് മഡ് ഫ്ലോറിംഗ്. ഒക്കെ പണ്ടൊക്കെ കാലത്ത് നമുക്കറിയാം നിലം മെഴുകിയൊക്കെ ഉപയോഗിച്ചത് അല്ലെ. അപ്പം മണ്ണ് ഒന്ന് റിജിഡ് എന്താണ് നമ്മൾ കുറച്ച് സ്ട്രോങ് ആക്കിയിട്ട് അതിന് മേലെ മെഴുകുകയൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കൗടങ്ങൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മളൊരു ഫ്ലോർ കവറിംഗ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പം ആ പണ്ട് കാലത്ത് ഏറ്റവും ചീപ്പും ഫെയർലി ഇംപെർവിയസും പിന്നെ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാനും പറ്റുന്ന ആ ഇതിനാണ് മഡ് ഫ്ലോറിംഗ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇന്ന് അതിന്റെ അധികം പ്രോപ്പർട്ടീസ് കാര്യങ്ങളൊന്നും നിങ്ങൾ അനലൈസ് ചെയ്യുന്നില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് ഒരു ടൈപ്പ് ആയിട്ടാവുന്ന ഓർത്തിരിക്കുക. ഓക്കെ, ഇപ്പൊ അത്ര കോമൺ ആയിട്ട് അല്ലാത്തൊരു ഇതായിരുന്നല്ലോ, അതുകൊണ്ട് നമ്മൾ ഇനി ഒരുപാട് ഇതിന്റെ ഇതാക്കുന്നില്ല. ഏറ്റവും താഴത്തെ നാലാമത്തെ പോയിന്റ്, സംടൈംസ് കൗഡങ് ഇസ് മിക്സ്ഡ് വിത്ത് എർത്ത് ആൻഡ് എ തിൻ ലെയർ ഓഫ് സ്പ്രെഡ് ഓവർ ദി കോമ്പാക്ട് ലെയർ. ആ ഒരു കോമ്പാക്ട് ലെയറിന്റെ മേലെ മണ്ണും കൊണ്ട് നിരത്തി നല്ല ദൃഢമാക്കിയ ആ ഒരു ലെയറിന്റെ മേലെ നമ്മൾ കൗഡങ് ഉപയോഗിച്ച് നമ്മൾ മെഴുകാറുണ്ട്. ഓക്കെ, അടുത്തത് ബ്രിക്ക് ഫ്ലോറിംഗ്. നമ്മൾ ഈ ഒരു ഫ്ലോറിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ബ്രിക്ക് പതിപ്പിക്കുകയാണെങ്കിൽ അതിനാണ് നമ്മൾ ബ്രിക്ക് ഫ്ലോറിംഗ് എന്ന് പറയുന്നത്. അത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഗോഡൌൺസ്, വെയർ ഹൗസ്, അങ്ങനെ ഒരു സ്റ്റോറേജ് ആവശ്യമുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ ഈ ഒരു ബ്രിക്ക് ഫ്ലോറിംഗ് ഉപയോഗിക്കുന്നത്. ചീപ്പ് കൺസ്ട്രക്ഷൻ, സ്പെഷ്യലി ഗുഡ് ബ്രിക്സ് ആർ അവൈലബിൾ. ഇങ്ങനെ ഗുഡ് ബ്രിക്സ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള സ്ഥലത്താണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക, ബ്രിക്ക് ഫ്ലോറിംഗ്. പിന്നെ ഇതിന് ഉപയോഗിക്കുന്ന 10 to 15 thick layer of lean concrete or lime concrete is laid over the prepared subgrade. സബ്ഗ്രേഡിന് മേലെ നമ്മളൊരു ചെറിയ സ്ട്രെങ്ത്തിലുള്ള കോൺക്രീറ്റിന്റെ ലെയർ ആഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ മേലെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ബ്രിക്ക് ലേ ചെയ്യുന്നത്. This forms on the base course over which the bricks are laid. Flat 12 mm thick mortar, but in such a way that all the joints are full with mortar. അതിന്റെ ജോയിന്റ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഫില്ല് ആക്കണം. അപ്പം അത് നമ്മൾ ഒരു ചെറിയ ഒരു ലെയറിൽ 10 മുതൽ 15 സെന്റിമീറ്റർ തിക്നെസ്സിൽ നമ്മളൊരു കോൺക്രീറ്റ് ലെയറിൽ ഇടും. അതിന്റെ മിക്സ് റേഷ്യോ ആണ് അവിടെ തന്നേക്കുന്നത് 1:8:16. അതിന്റെ മേലായിരിക്കും നമ്മൾ ഈ ബ്രിക്ക് പതിപ്പിക്കുന്നത്. അതിന്റെ കുറച്ച് ഫോട്ടോസ് ആണ്. ഓക്കെ, അടുത്തത് സിമെന്റ് കോൺക്രീറ്റ് ഫ്ലോറിംഗ്. അപ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് നമുക്ക് കാണുന്നതാണ് അല്ലെ, നമുക്ക് കോൺക്രീറ്റ് ഉപയോഗിച്ച് നമ്മൾ ഫ്ലോറിംഗ് കൊടുക്കുന്നു. അപ്പം ഇതിന്റെ മേലെ നമ്മൾ പ്രത്യേകമായിട്ടൊരു കോട്ടിംഗ് ഒന്നും കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു കവറിംഗ് കൊടുക്കാത്തതിനാണ് കേട്ടോ സിമെന്റ് കോൺക്രീറ്റ് ഫ്ലോറിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കോമൺലി യൂസ്ഡ് ഫോർ റെസിഡൻഷ്യൽ, കൊമേഴ്ഷ്യൽ ആൻഡ് ഈവൻ ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ്. ഇറ്റ് ഈസ് മോഡറേറ്റ്, ചീപ്പ്, ക്വൈറ്റ് ഡ്യൂറബിൾ ആൻഡ് ഈസി ടു കൺസ്ട്രക്ട്. നമുക്കറിയാം കോൺക്രീറ്റിന്റെ ഫ്ലോർ ആകുമ്പോഴത്തേക്ക് എന്താണ് കുറച്ച് ഡ്യൂറബിലിറ്റി ഉണ്ട്, അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ എളുപ്പമാണ് അല്ലെ. ദി ഫ്ലോർ കൺസിസ്റ്റ് ഓഫ് 2 components, ബേസ് കോഴ്സ് ആൻഡ് ടോപ്പിംഗ് ഓർ വിയറിംഗ് കോഴ്സ്. ബേസ് കോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ടോപ്പിംഗ് അല്ലെങ്കിൽ ആ ഒരു വിയറിംഗ് കോഴ്സ് സ്റ്റേബിൾ ആയിട്ട് നിൽക്കാൻ വേണ്ടി കൊടുക്കുന്ന ആ ഒരു സ്ട്രോങ് പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ആ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ബേസ്, ഇതിനാണ് നമ്മൾ ബേസ് കോഴ്സ് എന്ന് പറയുന്നത്. അതിന്റെ മേലെ നമ്മൾ എന്ത് ചെയ്യുന്നു, കോൺക്രീറ്റ് കൊണ്ട് തന്നെ കുറച്ചും കൂടെ ഫിനിഷിംഗ് അല്ലെങ്കിൽ കുറച്ചും കൂടെ ഫൈനർ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ച് നമ്മളൊരു ഫിനിഷിംഗ് കൊടുക്കുന്നു. ഓക്കെ, അതിന്റെ മിക്സ് റേഷ്യോ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഓക്കെ, അതിന്റെ കുറച്ച് പിക്ചേഴ്സ് ആണ്. ഓക്കെ, അടുത്തത് നമുക്കിനി ടെറാസോ ഫ്ലോറിംഗ്. അപ്പം ഇത് കോൺക്രീറ്റിന്റെ പോലെയല്ല, നമുക്ക് കുറച്ചും കൂടെ ഒരു ഡെക്കറേറ്റീവ് പോലെ തന്നെ കുറച്ചും കൂടെ വിയറിംഗ് റെസിസ്റ്റൻസ് ഉള്ള ഇതിന്റെ മേലെ നമ്മളൊരു പ്രത്യേക തരത്തിൽ നമ്മളൊരു സ്റ്റോൺസ് അല്ലെങ്കിൽ ചിപ്സ് ഒക്കെ, മാർബിൾ ചിപ്സ് ഒക്കെ ഉപയോഗിച്ച് നമ്മൾ കോട്ടിംഗ് കൊടുക്കുകയാണെങ്കിൽ അതിനാണ് നമ്മൾ ടെറാസോ ഫ്ലോറിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് വൈൻഡ്ലി യൂസ്ഡ് ഇൻ റെസിഡൻഷ്യൽ ബിൽഡിംഗ്, ഹോസ്പിറ്റൽ, ഓഫീസസ് ആൻഡ് സ്കൂൾസ് ആൻഡ് അതർ പബ്ലിക് ബിൽഡിംഗ്. അപ്പം ഇത്തരം ഹോസ്പിറ്റലൊക്കെ പോയാൽ നമുക്ക് കാണാം അതിന്റെ മേലെ, അതായത് ഈ ഒരു കോൺക്രീറ്റ് അല്ല, അതിന്റെ മേലെ നമ്മളൊരു ചിപ്സ് ഒക്കെ ഇട്ടിട്ട് എന്താണ് ഒരു കോട്ടിംഗ് എല്ലാം കൊടുത്തിട്ട് കുറച്ചും കൂടെ ഒരു വിയർ റെസിസ്റ്റൻസ് ഉള്ള ഒരു സർഫസ് ആയിരിക്കും കൊടുത്തത്. കോൺക്രീറ്റ് സർഫേസ് കണ്ടെയ്നിങ് സിമെന്റ് ആൻഡ് മാർബിൾ ചിപ്സ് ഇൻ പ്രൊപ്പോർഷൻ 1:2.
The surface has set, the chips are exposed to the grinding operation. The sub-base preparation and the concrete base laying is done similar manner to concrete cement concrete flooring. അതായത് സിമെന്റ് കോൺക്രീറ്റിന് നമ്മൾ ചെയ്ത പോലെ തന്നെ ബേസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കോൺക്രീറ്റിനെ ലെയർ തന്നെ ചെയ്യും. അതിന്റെ മേലെ നമ്മൾ മാർബിൾ ചിപ്സ്, മാർബിളിന്റെ കഷ്ണങ്ങളും സിമെന്റും കൂടെ മിക്സ് ചെയ്തിട്ടായിരിക്കും അതിന്റെ മേലെ കോട്ടിംഗ് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ആ ഒരു ഷാർപ്പായിട്ടുള്ള എഡ്ജസിൽ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് ഒരു ഫിനിഷ്ഡ് സർഫേസ് ആക്കണം. അതിനെയാണ് നമ്മൾ ടെറസ് ഫ്ലോറിംഗ് എന്ന് പറയുന്നത്. അപ്പം ഇത് അതിന്റെ കുറച്ച് എക്സ്പ്ലനേഷൻ ആണ്. നിങ്ങൾ ജസ്റ്റ് ടെറസ് ഫ്ലോറിംഗ് അത് ഏത് സിറ്റുവേഷനിലാണ് ഉപയോഗിക്കുന്നത്, അപ്പം അതിന്റെ ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കാൻ ശ്രമിക്കും. ഇതൊക്കെയാണ് അതിന്റെ കുറച്ച് ചിത്രങ്ങൾ. അപ്പൊ നമുക്ക് അങ്ങനെ കാണുമ്പോൾ അത് പെട്ടെന്ന് സ്ട്രൈക്ക് ആവും. അടുത്തത് മൊസൈക്ക്. മൊസൈക്ക് എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഫ്ലോറിംഗ് കേട്ടോ. ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് സ്മോൾ പീസസ് ഓഫ് ബ്രോക്കൺ ടൈൽസ് ഓഫ് ചൈന ഗ്ലേസ്ഡ് ഓർ സിമെന്റ് ഓർ മാർബിൾ അറേഞ്ച്ഡ് ഇൻ ഡിഫറെന്റ് പാറ്റേൺ. അതായത് ചെറിയ ചെറിയ ടൈലോ അല്ലെങ്കിൽ ബ്രോക്കൺ ടൈൽസ്, അങ്ങനെ സിമെന്റ് മാർബിളിന്റെ ഒക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ പല പാറ്റേണിൽ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു മൊസൈക്ക് ഫ്ലോറിംഗ് കൊടുക്കുന്നത്. ദി കോൺക്രീറ്റ് ബേസ് ഇസ് പ്രിപ്പയർഡ് ആസ് ഇൻ കേസ് ഓഫ് കോൺക്രീറ്റ് ഫ്ലോറിംഗ് ആൻഡ് ഓഫ് 5 to 8 സെന്റിമീറ്റർ തിക് ലൈം സുർക്കി. അതായത് ഒന്നെങ്കിൽ കോൺക്രീറ്റ് ഫ്ലോറിംഗിന്റെ ബേസ് പോലെ അല്ലെങ്കിൽ നമുക്ക് ലൈം ആൻഡ് സുർക്കിന്റെ ഒരു മിക്സ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ബേസ് കോഴ്സ് ആക്കാം. അതിന് മേലായിരിക്കും നമ്മൾ ഈ ഒരു മൊസൈക്ക് ഫിനിഷിംഗ് കൊടുക്കുന്നത്. അതിന്റെ പോലെ തന്നെ 3 mm thick cementing material in the form of paste and 2 parts of slaked lime. One part is powdered marble and the other part is pozzola material. അതായത് ഇതിന്റെ മേലായിരിക്കും നമ്മൾ ഈ ഒരു സിമെന്റ് പേസ്റ്റ് ഇട്ടിട്ട് അതിന്റെ മേലെ നമ്മൾ ഈ ഒരു പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്യുന്നു. ഓക്കെ, 4 മണിക്കൂർ അതിന് ശേഷം നമ്മളത് ഡ്രൈ ആവാൻ കീപ്പ് ചെയ്യും. സ്മോൾ പീസസ് ഓഫ് ബ്രോക്കൺ ടൈൽസ് ആർ അറേഞ്ച്ഡ് ഇൻ ഡിഫറെന്റ് പാറ്റേൺ ആൻഡ് ഹാമേർഡ് ഇൻടു. അതായത് ഈ രീതിയിൽ നമ്മൾ ആ ഒരു പേസ്റ്റ് ആക്കി അത് ആ ഒരു പ്ലാസ്റ്റിക് സ്റ്റേജിൽ നിൽക്കുമ്പോൾ തന്നെ അതിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഡിഫറെന്റ് പാറ്റേണിൽ നമ്മൾ ഈ ഒരു പീസസ് ഫിൽ ചെയ്യും. അതിനാണ് മൊസൈക്ക് ഫ്ലോറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ചും കൂടെ ഡെക്കറേറ്റീവ് ആണ്, കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആയിരിക്കും കേട്ടോ. അടുത്ത ടൈൽഡ് റൂഫ്. നമ്മൾ ടൈലൊക്കെ ഉപയോഗിച്ച് ഈ ഒരു ഫ്ലോർ ഫിനിഷ് നമ്മൾ ഫിൽ ചെയ്യുവാണെങ്കിൽ അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ടൈൽഡ് ഫ്ലോറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ടൈൽഡ് ഫ്ലോറിംഗ് ഇസ് കൺസ്ട്രക്റ്റഡ് ഫ്രം സ്ക്വയർ, ഹെക്സാഗണൽ ആൻഡ് അതർ shapes made of clay, cement, concrete or terrazzo. They are commonly used in residential flooring and office, hospitals, schools and other public buildings. Just ബാക്കി വായിക്കാം. Over the concrete base, 25 to 30 mm thick layer of lime mortar 1:3 is spread and serve as a bedding. അതായത് കോൺക്രീറ്റിന്റെ മേലെ ഒരു ലൈം അല്ലെങ്കിൽ ഒരു സിമെന്റ് മോർട്ടാർ 1:3 റേഷ്യോയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് ഫിക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ ലേ ചെയ്യും. അതിനുശേഷമായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ഒരു ടൈലിംഗ് അതിന്റെ മേലെ പതിപ്പിക്കുന്നത്. ഓക്കെ, അടുത്തത് ഈ ടൈൽ പോലെ തന്നെ നമുക്ക് മാർബിൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് നമ്മൾ മാർബിൾ ഫ്ലോറിംഗ് എന്ന് പറയും. ഇത് സുപ്പീരിയർ ടൈപ്പ് ഓഫ് ഫ്ലോറിംഗ്, കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആണ്, അതുപോലെ തന്നെ സുപ്പീരിയർ ക്വാളിറ്റി ഒക്കെ ഉള്ള ഒരു ഫ്ലോറിംഗ് ടൈപ്പ് ആണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കിച്ചൺസിൽ, ബാത്റൂംസിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ എന്താണ്, സെയിം മാനർ ഓഫ് കോൺക്രീറ്റ് ഫ്ലോർ, ബേസ് കോഴ്സ് കോൺക്രീറ്റ് ഫ്ലോറോടൊക്കെ തന്നെ അതിന് മേലെ നമ്മൾ എന്താണ് മാർബിൾ പതിപ്പിക്കുകയാണ്. കുറച്ചും കൂടെ എസ്തെറ്റിക്കലി ഇതും കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആണ്, കുറെ കൂടെ വലിയ സൈസിലായിരിക്കും ഈ മാർബിൾസ് ഒക്കെ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പണി കുറച്ചും കൂടെ ഒക്കെ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പം ഇനി അടുത്തതുള്ളതാണ് വുഡൻ ഫ്ലോറിംഗ്. വുഡൻ ഫ്ലോറിംഗ് നമ്മളിപ്പോൾ മനസ്സിലോട്ട് ആദ്യം തന്നെ വരുന്ന എന്താണ്, അതിന് ഫയർ റെസിസ്റ്റൻസ് ഉണ്ടോ ഇല്ലയോ എന്നല്ലേ. അപ്പൊ ഫയർ റെസിസ്റ്റൻസ് കമ്പാരിറ്റീവ്ലി കുറവാണ് ഏത് വുഡൻ ഫ്ലോറിന്. പക്ഷെ നമുക്ക് ഈ ഡാൻസിങ് ഹാൾസ്, ഓഡിറ്റോറിയംസ്, കാർപ്പൻട്രി ഹാൾസിലൊക്കെ ഒരു സൗണ്ട് ഇൻസുലേഷൻ കാര്യങ്ങളൊക്കെ വരേണ്ട ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് വുഡൻ ഫ്ലോറിംഗ് ആണ് നമ്മൾ ഉപയോഗിക്കാറ്. ഓക്കെ, ഹില്ലി ഏരിയാസിലൊക്കെ നമുക്ക് ഇതൊക്കെ പെട്ടെന്ന് ഇഷ്ടംപോലെ അവൈലബിൾ ഒക്കെയാണ്, നമുക്ക് പെട്ടെന്ന് ഇത് തന്നെ ഉപയോഗിക്കാം. അപ്പം ആ രീതിയിലുള്ള ഒരു പ്രോപ്പർട്ടി ഒക്കെ നോക്കിയിട്ടാണ് വുഡൻ ഫ്ലോറിംഗ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. വേറെ മെറ്റീരിയൽസ് ഒക്കെ കൊണ്ടുപോയി നമുക്ക് അത് ചെയ്യൽ എക്കണോമിക്കൽ ആവാത്തൊക്കെ സിറ്റുവേഷനിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സ് ഉപയോഗിച്ച് ചെയ്യുന്നില്ല, എക്കണോമിക്കൽ അത് ഉദ്ദേശിച്ചു. അടുത്തത് ആസ്ഫാൾട്ട് ഫ്ലോറിംഗ്. എന്തൊക്കെയാണ്, ആസ്ഫാൾട്ട് ഇസ് എ മിക്സ്ചർ ഓഫ് സാൻഡ് ആൻഡ് ആസ്ഫാൾട്ട് ഇൻ ദ റേഷ്യോ 2:1. അതായത് ഈ ടാർ പോലത്തെ ഒരു ബൈൻഡിങ് മെറ്റീരിയൽ ആണ് ഈ ആസ്ഫാൾട്ട് കേട്ടോ. ടാറിന്റെ ആ ഒരു മാനുഫാക്ചറിംഗ് പ്രോസസ്സിൽ ചെറിയ മോഡിഫിക്കേഷൻ വരുത്തി ഫോം ചെയ്യുന്ന ഒരു മിക്സ് ആണ് ആസ്ഫാൾട്ട്. ഇറ്റ് ക്യാൻ ബി അപ്ലൈഡ് കോൾഡ് ബൈ മിക്സിംഗ് മിനറൽ ഓയിൽ ആൻഡ് ആസ്ബറ്റോസ്. തിക് ആസ്ഫാൾട്ട് മാസ്റ്റിക് മേ ബി. അതായത് ആ ഒരു സിമെന്റ് സാൻഡും ഈ ഒരു ആസ്ഫാൾട്ടും ചേർന്ന ഒരു മിക്സ്ഡ് അതിന്റെ മേലെ നമ്മൾ ഫില്ല് ചെയ്ത് ഒരു കുറച്ചും കൂടെ ഡാമ്പ് റെസിസ്റ്റൻസ്, ഡാമ്പ് പ്രൂഫ് വേണ്ട സ്ഥലത്തൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ആസ്ഫാൾട്ട് ഫ്ലോറിംഗ്. ഓക്കെ, അടുത്തത് റബ്ബർ. നമ്മൾ ഈ ഫ്ലോർ കവറിംഗ് ആയിട്ട് റബ്ബർ ഒക്കെ ഉപയോഗിക്കണം, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, റബ്ബർ ഫ്ലോറിംഗ് എന്ന് പറയുന്നത്. ചെറിയ റബ്ബറിന്റെ ടൈൽസ് ഉപയോഗിച്ച് നമ്മൾ ഫ്ലോറിംഗ് ചെയ്യുവാണെങ്കിൽ, ഓക്കെ, ഓരോരോ ചെറിയ ചെറിയ പീസുകൾ ഉപയോഗിച്ചാണ് ഈ രീതിയിലുള്ള ഫോമാറ്റ് ഒക്കെ എത്തിക്കുന്നത് കേട്ടോ. അടുത്ത ലിനോലിയം. നമുക്കറിയാം ഇപ്പൊ ചില സ്ഥലത്തൊക്കെ നമ്മൾ ഒരു ഷീറ്റ് ഒക്കെ ഉപയോഗിച്ച് നമ്മൾ കവർ ചെയ്യുന്നില്ലേ,
അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലിനോലിയം ഫ്ലോറിംഗ് എന്ന് പറയുന്നത്. അപ്പം ഈ കവറിംഗ് ഇസ് അവൈലബിൾ ഇൻ റോൾസ്, ചെറിയ റോളുകളായിട്ടൊക്കെയാണ് ഈ ഒരു കവറിംഗ് അവൈലബിൾ. എന്നിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ആ ഒരു കോൺക്രീറ്റിന്റെ അല്ലെങ്കിൽ വുഡൻ ഫ്ലോറിംഗിന്റെ മേലെ കുറച്ചും കൂടെ ഡ്യൂറബിലിറ്റി, ക്ലീനിങ് ഒക്കെ എളുപ്പമാക്കാൻ, അല്ലെങ്കിൽ ആ ഒരു ഫിനിഷിങ് കുറച്ചും കൂടെ നല്ലതാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് ലിനോലിയം ഫ്ലോറിംഗ്. ഏറ്റവും അവസാനം കോർക്ക് ഫ്ലോറിംഗ് ആണ്. ലൈബ്രറീസ്, തിയേറ്റേഴ്സ്, അങ്ങനെ സൗണ്ട് പ്രൂഫിംഗ് ആവശ്യമുള്ള പ്ലേസുകളിലാണ്, അതായത് നല്ലൊരു സൗണ്ട് ഇൻസുലേഷൻ പ്രോപ്പർട്ടി ഉള്ളതാണ് ഈ കോർക്ക്. അപ്പം കോർക്കിന്റെ ഫ്ലോറിംഗ് ഉപയോഗിക്കുകയാണെങ്കിൽ എന്താണ്, സൗണ്ട് ഇൻസുലേഷൻ പ്രോപ്പർട്ടി കൂടും. അപ്പം നമുക്ക് തിയേറ്ററിൽ, ലൈബ്രറിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ഫ്ലോറിംഗ് ചെയ്താൽ അതിന് കുറച്ചും കൂടെ ആ ഒരു എക്കോ കാര്യങ്ങളൊക്കെ കുറേ കൂടെ കുറയ്ക്കാൻ സാധിക്കും. ഓക്കെ, ഇനി ഗ്ലാസ് നിങ്ങൾക്ക് ജസ്റ്റ് ഇപ്പൊ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജ് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവില്ല. നമ്മൾ ഫ്ലോറിംഗിൽ നമുക്ക് കുറച്ചും കൂടെ ഒരു ഡെക്കറേറ്റീവ് ഒക്കെ ആക്കണം, കുറച്ചും കൂടെ എക്സ്പെൻസീവ് ഒക്കെ ആയാലും അതിന് ഒരു വിസിബിലിറ്റി കുറച്ചും കൂടെ ഒക്കെ വേണ്ട കേസുകളിലാണ് നമ്മൾ ഗ്ലാസ് ഫ്ലോറിംഗ് കൊടുക്കുന്നത്. അപ്പം അത് കുറച്ച് ആഡംബരമാണ്, അത് ആ ഒരു സിറ്റുവേഷനിൽ മാത്രമേ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ കൂടെ ഓർത്തോളാം. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. PVC, പ്ലാസ്റ്റിക് അല്ലെങ്കിൽ നമുക്ക് പോളിവിനൈൽ ക്ലോറൈഡ് ഉപയോഗിച്ച് നമ്മൾ ഫ്ലോറിംഗ് ചെയ്യുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്ലാസ്റ്റിക് ഓർ PVC ഫ്ലോറിംഗ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു PVC ഒരു ടൈലിന്റെ രൂപത്തിൽ ഡിഫറെന്റ് ഷേപ്പിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഫറെന്റ് ഷേപ്പിലും ഡിഫറെന്റ് കളേഴ്സിലും നമുക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പം ഈ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ആവശ്യമുള്ള സ്ഥലത്ത് നമ്മൾ ഈ ഒരു മെറ്റീരിയൽ പതിപ്പിച്ച്, ടൈലൊക്കെ പ്ലേസ് ചെയ്തതുപോലെ തന്നെ പതിപ്പിച്ച് നമ്മൾ ചെയ്യുന്നതിനാണ് എന്ത്, PVC ഫ്ലോറിംഗ് എന്ന് പറയുന്നത്. അപ്പം മെയിനായിട്ടും നമുക്ക് ആ ഒരു മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടീസ് പഠിക്കാം, കുറച്ച് ടൈപ്സ് ഓഫ് ഫ്ലോറിംഗ്, അതിന്റെ പേരുകളും പഠിക്കാം, അതിന്റെ കുറച്ച് അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് പോലെയൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പഠിച്ചാൽ ഈ ചാപ്റ്റർ നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. നമ്മൾ പല തരത്തിലുള്ള ഫ്ലോറിംഗ് നമ്മൾ ഡെയിലി കാണുന്നതാണ്. അപ്പം അതൊക്കെ ഒന്ന് സോർട്ട് ചെയ്ത് നല്ല വൃത്തിക്കൊന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. അപ്പം ടൈപ്സ് ഓഫ് ഫ്ലോറിംഗ് ആണ്. അപ്പം നമുക്ക് അടുത്ത ദിവസം ലൈവ് സെക്ഷനിൽ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ക്ലിയർ ചെയ്യാം. അപ്പം പരമാവധി കാര്യങ്ങളൊക്കെ കണ്ട് ഇതിന്റെ നോട്ടൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. താങ്ക് യു ഓൾ.